ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ചാറ്റ് ജി പി ടിയും അതുപോലെ തന്നെ വാട്സപ്പ് മറ്റ് എഐയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ഇപ്പം നമുക്കറിയാം മെജോറിറ്റി ആളുകളും വാട്സപ്പ് മെറ്റ എ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും മെറ്റ എയിൽ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. സോ ഇവൻ ദോ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് എത്രത്തോളം ഒന്നൊന്നുമായിട്ട് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്, ഏതാണ് കുറച്ചും കൂടെ ഡെവലപ്ഡ് എന്ന് നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാറ്റ് ജി പി ടിയും അതുപോലെ തന്നെ മെറ്റ എ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുകയാണ്, ഗിവ് മീ എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് സീൻ. നമ്മൾ രണ്ടിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, ഗിവ് മീ എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് സീൻ. സോ ഏതാണ് ആക്യുറേറ്റും അതുപോലെ തന്നെ ഫാസ്റ്റ്? ഓക്കെ, മെറ്റ എ ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി സമയം എടുക്കുന്നുണ്ട്. സോ നോക്കാം. സോ നമ്മുടെ ചാറ്റ് ജി പി ടി നമുക്ക് ഇമേജ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജ് എന്ന് പറയുമ്പം ഓക്കെ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇമേജാണ് തന്നിരിക്കുന്നത്. പക്ഷേ ആസ് കമ്പയർ ടു നമ്മുടെ മെറ്റയിൽ തന്ന ഇമേജും ഈ ഇമേജ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം രണ്ടും കൊള്ളാം, പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ആക്യുറേറ്റും എല്ലാം കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തന്നത്, നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് തന്നതും മെറ്റ എയാണ്. സോ ഇവിടെ നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുന്ന മെറ്റ എക്കാണ്. അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഇമേജ് ഇവിടെ കൊടുക്കും. ഒരു ഇമേജ് കൊടുത്തിട്ട് ആ ഇമേജ് അതിന് ശേഷം ഒരു പ്രോംപ്റ്റ് അപ്ലൈ ചെയ്യും. ഈ പ്രോംപ്റ്റിനനുസരിച്ച് ആ ഇമേജ് കൺവേർട്ട് ചെയ്യുക, അതാണ് ടാസ്ക്. അതായത് ഞാനൊരു ഇമേജ് ആദ്യം കൊടുക്കും, അതിന് ശേഷം പ്രോംപ്റ്റ് കൊടുക്കും. അപ്പം ആ പ്രോംപ്റ്റിനനുസരിച്ച് ഞാൻ കൊടുത്ത ഇമേജ് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഒരേ ടാസ്ക് തന്നെ മെറ്റ എക്കും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇമേജും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ കൂടെ നോക്കാം. ചാറ്റ് ജി പി ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടും ഓൾറെഡി കുറച്ച് സമയം എടുക്കും അതിന്. നോക്കാം, നമുക്ക് റിസൾട്ട് ഏതാ ആക്യുറേറ്റ് എന്ന് നോക്കാം. സോ നമുക്ക് ചാറ്റ് ജി പി ടി വഴി എഡിറ്റ് ചെയ്ത് കിട്ടിയ ഫോട്ടോയാണിത്. സോ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ മെറ്റയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചും കൂടെ ബെറ്ററാണ്. സോ നമുക്ക് ഇവിടെ പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത് ചാറ്റ് ജി പി ടിക്കാണ്. സോ എൻ്റെ ഒരു അനാലിസിസ് വെച്ച് എനിക്ക് പറയാനുള്ളത്, ചാറ്റ് ജി പി ടി ആണ് എല്ലാം കൊണ്ടും ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു ഇമേജ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം അത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും നല്ലൊരു ഇമേജാണ് നമുക്ക് രണ്ടിടത്തു നിന്നും കിട്ടിയേക്കുന്നത്. നമ്മൾ നേരത്തെ മെറ്റ എക്ക് പോയിന്റ് കൊടുക്കാനുള്ള കാരണം വെച്ചാൽ അത് വളരെ ഫാസ്റ്റ് വരുന്നു, പിന്നെ നല്ലൊരു ഇമേജ് ആയിരുന്നു തന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇമേജ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഇമേജ് ബെറ്ററായിട്ട് കിട്ടിയത് ചാറ്റ് ജി പി ടി വഴിയാണ്. സോ മറ്റേതിന് നമ്മുടെ മെറ്റ എ മോശമാണെന്നല്ല, പക്ഷെ മെറ്റ എയുടെ കേസിൽ മെറ്റ എ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഇമേജ്, ഞാൻ പ്രോംപ്റ്റ് അനുസരിച്ച് കിട്ടിയേക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലല്ല, ഒരു വ്യത്യസ്ത ഫോർമാറ്റിലാണ്. പക്ഷേ ഒരു റിയലിസ്റ്റിക് ഇമേജ് ആയിട്ട് കിട്ടിയേക്കുന്നത് ചാറ്റ് ജി പി ടി വഴിയാണ്. സോ ഇവിടെ നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത് ചാറ്റ് ജി പി ടിക്കാണ്. സോ രണ്ടും ബെറ്ററാണ്. ഞാനിവിടെ മറ്റ് കമ്പാരിസണിലോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് കമ്പാരിസണിലും ബാക്കിയുള്ള എല്ലാ കമ്പാരിസണിലും രണ്ടും ബെറ്ററാണ്. സോ ഇവിടെ ഈ ഒരു ഇമേജ് ക്രിയേഷനും അതുപോലെ തന്നെ ഒരു പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഇമേജ് ക്രിയേഷന് വേണ്ടിയുള്ള അതിനാണ് നമ്മളിവിടെ കമ്പാരിസൺ നടത്തിയത്. സോ ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത് ചാറ്റ് ജി പി ടി ആണ്. സോ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നല്ല വീഡിയോ ആയി നമുക്ക് അടുത്ത തവണ കാണാം. സോ ബൈ.